ഹായ് നമസ്കാരം. ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിലാണുള്ളത്. നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം കണ്ടു തൊഴാൻ വേണ്ടി തൊടുപുഴയിൽ നിന്നും ഇന്ന് ഗുരുവായൂരിലെത്തി. ഇന്ന് പുലർച്ചെ എത്തി. രാവിലെ തന്നെ കുളിച്ച് നിർമ്മാല്യം തൊഴാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. വളരെ ഭാഗ്യം എന്ന് തന്നെ പറയാം. അത്രയേറെ തിരക്കാണെന്ന് ഗുരുവായൂരുള്ളത്. ഒത്തിരി കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു തിരക്കാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തൊടുപുഴയിൽ നിന്ന് ബസ്സിൽ വന്ന് തൃശ്ശൂരിൽ ഇറങ്ങി. തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഞാൻ ഇവിടെ ഗുരുവായൂരിലെത്തിയത്. എത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി കേട്ടോ. 12 മണിക്ക് ഗുരുവായൂരിൽ വന്നു. കുളിച്ചു തൊഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂവിൽ നിന്നു. 3:15 ആയതോട് കൂടിയിട്ട് നമുക്ക് കയറാനും കഴിഞ്ഞു. ഭഗവാന്റെ ആ കൃപാകടാക്ഷം കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല സുഖമായിട്ട് തൊഴാൻ എനിക്ക് കഴിഞ്ഞു. മാത്രമല്ല വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അതായത് ഭഗവാനെ അറിയാലോ, തൻ്റെ ഭക്തർ തൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആളെ വീണ്ടും ഗുരുവായൂരിലോട്ട് തന്നെ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക കഴിവുള്ളൊരു ആളാണ് ഇവിടെ ഇരിക്കുന്നത്. ഉണ്ണിക്കണ്ണനാണ്. ചെറിയ കുറുമ്പൊക്കെ നമ്മളോട് കാണിക്കുക. അപ്പോൾ ഭഗവാൻ നമ്മളോട് പിണങ്ങിയിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ഒരിക്കലുമല്ല. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊരു ഇടറിയ വിളിയിൽ നമ്മളെ കൂടെ അങ്ങ് പോരും ഭഗവാൻ. അതാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ സമയം കിട്ടുമ്പോൾ ഭഗവാനെയൊക്കെ സ്മരിക്കുക, ഇവിടേക്ക് ഒന്ന് വരിക. ഈ പുണ്യഭൂമിയിൽ ഒരു പ്രാവശ്യം വരാൻ നോക്കുക. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.